ഗുരുക്കളെ അസ്സലാമു അലൈക്കും. അപ്പോൾ മറ്റൊരു വിഷയമായിട്ടാണ്, അതായത് ഇന്ന് സർവ്വസാധാരണമായിട്ട് ഇന്ന് നിരവധി ആൾക്കാരെ, യുവാക്കളെ ബാധിക്കുന്ന ഈ നാഡി തളർച്ച, ബലക്ഷയം, അതുപോലെ തന്നെ ഈ യുവതികളെയും ബാധിക്കുന്നതിന് കുട്ടികളുണ്ടാവാതെ വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യം. നിരവധി വിവാഹ ബന്ധങ്ങൾ വേർപെടാനും അത് ഒരു പ്രശ്നങ്ങളിലോട്ട് പോകാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന് കാര്യമാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടോ ഗുരുക്കളെ? ഇതിന് നമുക്ക് ശാശ്വതമായ 80-85% പരിഹാരങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പുരുഷന്മാരിൽ കണ്ടുവരുന്ന നാഡി തളർച്ച പല കാരണങ്ങളാലുണ്ട്. ഒന്ന്, തട്ടുകൾ, വീഴ്ച, അതായത് ബൈക്ക് ആക്സിഡൻറ്റ്, അത് കട്ടിങ് ചാടി വീഴുന്ന അടിക്കെട്ടുകൾ തട്ടുക, പിന്നെ അടിക്കെട്ടുകൾ തട്ടുന്ന കാരണത്താൽ എന്ത് ചെയ്യുക, ഈ ബീജസ്ഖലിക്കുന്ന ഭാഗങ്ങളിൽ ക്ഷതമേൽക്കുകയും അവിടെ നീർക്കെട്ടുണ്ടാകുകയും നീർക്കെട്ട് ചൊവ്വായി തീരുകയും, അപ്പം പവറുള്ള ബീജങ്ങൾ സ്ഖലിക്കാതെ വരുമ്പം അതിൽ കുഞ്ഞുങ്ങൾ ജനിക്കാതെ വരികയും ചെയ്യും. അത് കാരണം നാഡി തളർച്ച ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് മറ്റൊന്ന്, കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് പുരുഷ ലിംഗത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഉള്ളിലോട്ട് ഇതിനെ പിടിച്ചില്ല, വല പോലെ പിടിച്ച് ഉള്ളിലോട്ട് ലിംഗത്തിൻ്റെ വളർച്ചയെ ബാധിച്ച് അതിനെ തളർച്ചയിലേക്ക് കൊണ്ടെത്തുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, സെക്സി ആയിട്ട് ഇന്ന് നമ്മളെ പല മാർഗത്തിൽ കൂടെയും മനുഷ്യ ശരീരങ്ങളിൽ കാണിക്കപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സെക്സിയ കാര്യങ്ങൾ ചെറുതിലെ കണ്ട് മനുഷ്യൻ്റെ വിചാരങ്ങളെ കെട്ടടക്കിയിട്ട് പിന്നെ സെക്സിയിലേക്ക് താല്പര്യമില്ലാതെ അവരെ മാനസിക നോളജ് അതിൽ കൊണ്ടെത്തിക്കും. ഇപ്പോൾ ഗുരുക്കൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. കാരണം വെച്ചാൽ ഇന്ന് എല്ലാവരും, ഇന്ന് കൊച്ചു കുട്ടികൾ വരെ മൊബൈൽ കയ്യിലുള്ളതുകൊണ്ട്, പിന്നെ നെറ്റും അവൈലബിൾ ആയതുകൊണ്ട് അവരെപ്പോഴും ഈ പലതരത്തിലുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ അത്തരത്തിൽ ഇതുമൊക്കെ അവരുടെ ഇതിൽ ശ്രദ്ധയിൽ വരാം. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് ആർക്കും നിയന്ത്രിക്കാനും നോക്കില്ല. കുട്ടികൾ അവരുടെ ഇതിനെ ഗെയിം കളിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം സർവ്വത കാണാനുണ്ട്. അതുകൊണ്ടൊക്കെ ഇതുണ്ട്. അതും ഭക്ഷണക്രമങ്ങൾ, അതുപോലെ തന്നെ ഈ ജീവിതശൈലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഗുരുക്കൾ സൂചിപ്പിച്ചതുപോലെ സ്ഥിരമായിട്ട് ഒരു കസേരയിലോ മറ്റോ വാഹനത്തിലോ ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇതുണ്ട് അതിന്. അതെ, ഒരുപാട് വിശ്രമം ശരീരത്തിൽ കൊടുക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ പ്രഹരശേഷി നശിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്, ഇന്ന് കമ്പ്യൂട്ടർ യുഗമായതിനെ കൊണ്ട് ചെറിയ കുട്ടികളിൽ തന്നെ ഒരുപാട് സെക്സിയായി കാണപ്പെടുന്നുണ്ട്. സെക്സിൻ്റെ വിഷയങ്ങളിലേക്ക് ഒരുപാട് കടന്നുകയറ്റങ്ങൾ, ഏറ്റവും കൂടുതൽ കുട്ടികളെ കടന്നുകയറ്റം വന്നത് സെക്സും മയക്കുമരുന്നുമാണ്. അപ്പോൾ ഈ രണ്ടും ഈ ജീവിത രീതിയെ, സെക്സിയ മനുഷ്യ ശരീരങ്ങളിൽ നിന്ന് അകത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വയം ഭോഗങ്ങളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ജീവിത രീതികളും ആണിനും പെണ്ണെന്താണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ അകത്തിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത്, പല തട്ടുകളും മുട്ടുകളും കാരണത്താൽ അവർക്ക് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ യൂട്രസ് മാറി നിൽക്കുന്നുണ്ട്, യൂട്രസിന് തിരിവ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും താല്പര്യമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ തൽക്കാല വിജയത്തിലേക്ക് വേണ്ടി ഗുളികകൾ, അപ്പം മെഡിസിൻ മാഫിയതിലേക്ക് കടന്നു കയറി ലക്ഷങ്ങൾ വില കൽപ്പിച്ചുകൊണ്ട് പല മെഡിസിനുകളും പലർക്കും പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് അവരെ ഉള്ള ജീവിത രീതികളെ നൈരാശ്യത്തിലേക്ക് കൊണ്ടെത്തിച്ച് ജീവിതങ്ങളെ നശിച്ച് ജീവിത പങ്കാളികളെ വെറുത്ത് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുക്കളെ, അതുപോലെ ഈ വസ്ത്രധാരണം കൊണ്ട്, അതുപോലെ ഇന്ന് നിരവധി മാർക്കറ്റ് അവൈലബിൾ ആണ് സെക്സിന് അനുയോജ്യമായ മരുന്നുകളും ടാബ്ലറ്റുകളും ക്യാപ്സ്യൂളുകളും മറ്റും. ഇതൊക്കെ എങ്ങനെയാണ് ഗുരുക്കൾ കാണുന്നത്? പക്ഷേ ഇതുകൊണ്ട് അവർക്ക് അനുഗ്രഹമായി കിട്ടാനിരിക്കുന്ന ജീവിതത്തിന് അതുകൊണ്ട് നശിക്കപ്പെടുന്നതേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകളെ നശിപ്പിക്കാൻ ഈ മരുന്നിന് കഴിയും. കാര്യം, പെട്ടെന്നുണ്ടാകുന്ന ഒരു അമ്ലങ്ങളുടെ കടന്നുകയറ്റം കൊണ്ട് വികാരം പെട്ടെന്ന് വർദ്ധിക്കും. അതുപോലെ തന്നെ ആ വികാരം പെട്ടെന്ന് കെട്ടിടങ്ങും, ക്ഷമിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ മെഡിസിൻ ഇല്ലാതെ കണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ വരും. ഒരു 21-32 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ആണ് പെണ്ണാവും, പെണ്ണാണായിത്തീരും എന്നുള്ള അവസ്ഥ പോലെ ഷണ്ടനായിത്തീരും. അപ്പം അതിന് നമുക്കെന്താണ് പരിഹാരമാണ് ആവശ്യം. പക്ഷെ പരിഹരിക്കാൻ വേണ്ടി ഒരാളിനെ ബോഡി ചെക്കപ്പ് ചെയ്ത് അതിനനിവാര്യമായ പ്രകൃതി അനുഗ്രഹിച്ച മരുന്നുകൾ കൊണ്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ കഴിയും. ഞങ്ങൾ ഫലത്തിൽ വിജയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഗുരുക്കളെ, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് ശാശ്വതമായിട്ടുള്ള ഈ ചികിത്സയോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഇതുണ്ടോ? അത് പരിപൂർണമായിട്ട് എല്ലാവർക്കും അതിന് കഴിയില്ല. ഒരാളുടെ ടെസ്റ്റിംഗ് അനുസരിച്ചാണ് അവർക്ക് ചികിത്സാ വിധികളുള്ളത്.
നമ്മൾ കണ്ടെത്തുന്ന മരുന്നുകളാണ് അവർക്ക് കൊടുക്കുന്നത്. ആ മരുന്ന് ശരീരത്തെ പരിപൂർണമായി ഡൈല്യൂട്ട് ആകണം. അപ്പോൾ ഒരു 80% നമുക്ക് പറയാൻ കഴിയും, നമുക്കതിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഫലവത്തായ ചികിത്സയും അവരിൽ നൽകുന്ന നമ്മൾ ഗുരുക്കൾ നൽകുന്ന അറിവും അത് ഉൾക്കൊള്ളാന്നുള്ള തീർച്ചയായിട്ടും ഇതിനൊരു പരിധിവരെ പരിഹാരം ഉണ്ടാവും. പരിധിവരെ പരിഹാരങ്ങളുണ്ടാവും. അവർക്ക് സന്താനങ്ങളെ കിട്ടും. അത് സ്ത്രീക്കായിരുന്നാലും പുരുഷനിക്കായിരുന്നാലും അവർ സന്തോഷമായ ഒരു കുടുംബജീവിതം നയിക്കാൻ അവർക്ക് കഴിയും. മരുന്നിനേക്കാൾ പ്രകൃതിദത്തമായ വിശ്രമങ്ങളും ഭക്ഷണങ്ങളും അനുഷ്ഠാന ആചാര പ്രക്രിയകളും അവരിലേക്ക് കടന്നു കയറുമ്പോൾ പഴയ ഒരു യുഗത്തിലേക്ക് അവർ വരാൻ കഴിയും. അവർക്ക് സന്തോഷകരമായ ജീവിതവും കിട്ടും. തീർച്ചയായും വിലപിടിപ്പുള്ള ഒരു നിർദ്ദേശമാണ് നമ്മളെ ഗുരുക്കൾ നൽകിയത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വൈദ്യരെ കാണുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ